അതിൽ 3 പേരെ ഇന്ന് ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. 3 ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നത് 3 പേരെയാണ്. അതിൽ ഒരാളുടെ കാര്യത്തിൽ നമ്മൾ കൺഫർമേഷൻ ആയിട്ടില്ല. ആ കാര്യം കൺഫേം ആയതിനു ശേഷം ആ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യത്തുള്ളൂ. അത് മോസ്റ്റ്ലി ഞാൻ അടുത്ത ലൈവിലല്ല നല്ല ഒരു 2 ദിവസം ഡ്രീമറോട് അവിടെ പോയിട്ട് വന്നതിന് ശേഷം എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് 3 പേരുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഞാൻ ഒരാളെ മാത്രം കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നതല്ല. ഇന്ന് 3 പേരുണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റ്. അത് 100% ഉറപ്പാണ്. 3 റിക്രൂട്ട്മെന്റ് ഉണ്ട്. പിന്നെ അപ്പാപ്പൻ അങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പാപ്പൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് അനൗൺസ് ചെയ്യാം. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അവർ ഫാമിലീസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. പക്ഷെ ഇത് ഈ പറയണതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഒത്തൊരുമ, ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരുടെ അടുത്തും, ഇത് എൻ്റെ മനസ്സിൽ ആലോചിച്ചതിൻ്റെ അപ്പുറത്തോട്ട് ടി വിയെ വളർത്തുക ഇപ്പോൾ. അല്ലാതെ നിങ്ങൾ മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറവാണെന്ന് പറഞ്ഞോ ഉള്ളൊരു കാര്യം കൊണ്ട് അല്ല ഈ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുന്നത്. നിങ്ങൾ ഈ നിൽക്കുന്ന എൻ്റെ ഡ്രീം ടി വിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണോ എവിടെ എത്തിക്കണമെന്നാണോ വിചാരിച്ചത് അവിടെ എത്തി നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. സോ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മുടെ ഒരു ഗ്യാങ് ഒരു ഡൗൺ ടൈമിൽ നിന്ന് നമ്മളിവിടെ വരെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ റീബിൽഡിന് ശേഷം 45 വാറാണ് ജയിച്ചത്. ഈ 45 വാറില് ഈ 45 വാറില് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടേടാ. അറൗണ്ട് 45 വാറാണ് നമ്മൾ ഈ റീബിൽഡിന് ശേഷം നമ്മൾ ജയിച്ചത്. അതിൽ നമ്മൾ തോറ്റതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 വാറാണ്. നമ്മൾ 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. ഇതിൽ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഓരോ തോൽവികളുണ്ട്. ഈ തോൽവികൾക്ക് ശേഷം നമ്മൾ എങ്ങനെയാ തിരിച്ചു വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ 6 എണ്ണം തോറ്റ അവരെ അടിച്ച് നമ്മൾ ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ എടുക്കാതെ പേടിച്ചു പോയവന്മാരുണ്ട്. നമ്മൾ വൺസ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞതിന് ശേഷം, മനസ്സിലായ ഇപ്പൊ കറന്റ് നമ്മൾ 15 സ്ട്രീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യലല്ല നിങ്ങളുടെ ഡ്യൂട്ടി. ഈ സ്ട്രീക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രഷർ നിങ്ങൾക്ക് ഒരിക്കൽ പോലും വരാൻ പാടില്ല. വാർ തോറ്റ അത്രേ ഉള്ളൂ. നമുക്ക് ഈ തോക്കുന്ന ആരായിട്ടാണോ അവരെ നമ്മൾ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ഈ സ്ട്രീക്കിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് സ്ട്രീക്കേ വേണ്ട. പക്ഷെ കറന്റ് നമ്മൾ 15 സ്ട്രീക്കിലാണ് നിൽക്കുന്നത്. സോ ഞാനിത് നമ്മുടെ ഒരു ഗ്യാങ് നിൽക്കുന്ന ലെവലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അല്ലാതെ ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു പ്രഷർ നിങ്ങളിൽ ഒരാൾക്ക് പോലും ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായ? അതാണ് നമ്മൾ മുന്നോട്ട് മര്യാദയ്ക്ക് പോകുന്നത്. നമ്മൾ തോക്കുന്ന ആരെയാണോ അവരെ നമ്മൾ ഒരു വട്ടം നമ്മൾ അവരോട് തോറ്റാൽ 3 വട്ടം നമ്മൾ അവരെ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ ഇത് എത്ര എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നൽ വരാൻ പാടില്ല നിങ്ങൾ ബെറ്റർ അല്ലാത്തത് കൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നതെന്ന്. നിങ്ങൾ എനിക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അസറ്റ്സാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ആ റീബിൽഡ് തൊട്ട് ഇവിടെ വരെ ടി വിയെ ഈ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയതിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന് ഒരു വലിയ റോളുണ്ട്. അതിന് ഞാൻ വലിയൊരു താങ്ക് യു പറയുകയാണ്. ആസ് എ ലീഡർ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു വലിയ താങ്ക് യു ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ത്രൂ ഔട്ട് ദ ജേണി. അതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം എല്ലാവരോടും. അപ്പാപ്പനോടും അതുപോലെ തന്നെ ജോക്കിയോടും ചന്ദ്രനോടും അങ്ങനെ കുറേ പേര്. പിന്നെ പോയ നമ്മളതിനകത്ത് ഇനാക്റ്റീവ് ആയിരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, എല്ലാവരും വന്നു. സോ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ടൊരു 3 പുതിയ മെമ്പേഴ്സ് കൂടി ഇന്ന് വരുന്നുണ്ട്. സോ അവരെ കൂടെ ഞാൻ വെൽക്കം ചെയ്യുവാണ്. സോ ആദ്യം തന്നെ ഇത് ടി വിക്ക് എൻ്റെ മൊത്തത്തിൽ, അതായത് വെറും ഒരു എന്താ പറയുക, ഒരു പ്ലെയർ മാത്രമായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് അല്ല. നമ്മുടെ ടി വിയിലെ ഫാമിലിയിലൊരു നല്ലൊരു അസറ്റ് കൂടിയാണ് നമുക്ക്. അവൻ PvP വൈസും ബാക്കി എല്ലാ വൈസും നമുക്കൊരു നല്ലൊരു അഡീഷനാണ്. ഐ ആം വെൽക്കമിങ് KVA നിഞ്ച ടു TVA as TVA നിഞ്ച. നമ്മുടെ ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയറുമായിട്ട് ടി വിയിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയറാണ് നിഞ്ച. വെൽക്കം
വെൽക്കം ടു TVA. വെൽക്കം. നിഞ്ച 2 വാക്ക് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യും, ഇവരോട് സംസാരിക്കുമ്പം താ വച്ച് മാത്രം സംസാരിക്കാൻ പറ. മനസ്സിലാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിഞ്ച താങ്ക് യു എന്ന് പറഞ്ഞാടാ. താങ്ക് യു. താറാവെന്നൊന്ന് പറഞ്ഞേ. താറാവ് അതെന്താ? എടാ നീ സത്യം ഇവന്റെ ഇവിടുത്തെ സംസാരം കേട്ടെ നമ്മുടെ ഇവന്റെ മലയാളം വെർഷൻ പോലുണ്ട് ഡസ്റ്ററോടെ അല്ലേ? ചെറുതായിട്ട് പറയടാ 2 വാക്ക് സംസാരിക്കേ. താങ്ക് യു ടിവിയില് വിളിച്ചതിന്. എന്താ പറയണതല്ലേ പെട്ടത് വെച്ചോളെ. അപ്പൊ ഞാൻ ഇവർക്ക് എടാ നിങ്ങക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ TVയുടെ ഇവന്റും KVയുടെ ഇവന്റും എല്ലാം ഡെവലപ്പ് ചെയ്തത് നിഞ്ചയും കൂടെ ആണ്. സോ നമ്മളൊരു ഡെവലപ്പറായിട്ട് മാത്രമല്ല, അവനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പ്ലസ് ഒരു പ്ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വൈമാപ്പുകളും RPകളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നിഞ്ചയും അവൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് നിഞ്ചയുടെ കയ്യിൽ നിന്നുണ്ടാവും. നിഞ്ച അപ്പം എനിവേ വെൽക്കം ടു TVA. താങ്ക് യു. എന്തായാലും ഫുൾ സപ്പോർട്ട്. പിന്നല്ല വെൽക്കം വെൽക്കം വെൽക്കം. നിഞ്ച മേളോട്ട് പോയിട്ട് വെൽക്കം നിഞ്ച എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് ഇന്നും ഡെവലപ്പ് ചെയ്യണമായിരുന്നല്ലേ? അതെ ചെയ്യണമായിരുന്നു. എല്ലാം പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ അപ്പുറത്തോട്ട് ആക്കിയിട്ട് വരാം. വാ. അപ്പൊ വെൽക്കം നിഞ്ച. ഇന്നോട്ട് ഇത് തൊട്ടായാലോക്കാണ്. ഇത് അപ്പുറത്തായിരുന്നു വീട്, ഇതൊക്കെ ഇപ്പൊ തൊട്ടിപ്പുറത്ത്. ഓക്കെ. എടാ അവനൊരു വെൽക്കം പറയണം എല്ലാരും. ഒരു KV ഡൗൺ ആവും. KV കളിക്കുന്ന പ്ലെയർ അല്ല ഗൈസ്. KV ഡൗൺ ആവാൻ വേണ്ടി KV കളിക്കുന്ന പ്ലെയർ അല്ല. KV അവൻ കളിക്കുന്നില്ല. KV കറന്റ് അപ്പൊ അവൻ KV ലൈനപ്പിൽ കളിച്ചോണ്ടിരിക്കുന്ന പ്ലെയർ അല്ലല്ലോ. അപ്പൊ അല്ല 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 KV കളിക്കുന്ന പ്ലെയർ അല്ല. അവൻ കുറച്ച് ഡിലേ വന്നോ? ഹലോ അല്ല അത് മറ്റേ 2 സെക്കൻഡ് ഡിലേ. 1 സെക്കൻഡ് ഇപ്പൊ റെഡി ആവും. ഓ ലൈവില് എടുത്താക്കിയല്ലേ? റെഡിയായി. ജോക്കി കേക്കാവോ? ജോക്കി AFK നിക്കല്ലേ ജോക്കി? ഓക്കെ. അസുമനെ നിഞ്ച എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൻ മീൻസ് ഇതിനു മുന്നേ ആക്റ്റീവായിട്ട് KVയിൽ കളിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ KVക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവനാ ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. അവരുടെ ഇവന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ അത് ചെയ്യാതിരിക്കത്തില്ല. അവൻ ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കൊടുക്കാം. സോ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഒരു PvP പ്ലെയർ ആണ്. ഒബ്വിയസ്ലി PvP പ്ലെയറും അതുപോലെ തന്നെ സംസാരിക്കാനും എല്ലാം കഴിവുള്ള ഒരു പ്ലെയർ ആണ്. നമുക്ക് TVക്ക് നല്ലൊരു അസറ്റ് ആയിരിക്കും എന്തുകൊണ്ടും, അതെനിക്ക് ഉറപ്പാണ്. സോ വി ആർ വെൽക്കമിങ് സ്റ്റാലിൻ ടു TVA സ്റ്റാലിൻ. വെൽക്കം ടു TVA സ്റ്റാലിനെ. സ്റ്റാലിനെ വെൽക്കം മോനെ. താങ്ക് യു. നീ വന്നതിന് താങ്ക് യു. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കേ. എനിക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നതില് ഭയങ്കര താങ്ക്സ്. പിന്നെ ഒന്നാമത് ടെൻഷനാണ്, സംസാരം അതിനെ അറിയാലല്ലേ. ടെൻഷനല്ല, അതല്ല സെറ്റാണ്. ഓക്കെടാ, ഓൾ ഗുഡ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു അഡീഷനും നല്ലൊരു അസറ്റുമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാനിപ്പോ TVയിലോട്ട് കൊണ്ടുവന്നത്. അത് എന്ന് നീ അങ്ങനെ കീപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിന്റെ എക്സ് ഗ്യാങ് ഇവിടെ ചോദിക്കുന്നത്, നീ ലാസ്റ്റ് ഡയോസിലല്ലേ കളിച്ചേ? നോട്ടിൽ കളിച്ചായിരുന്നു. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വെൽക്കം വിടാ. വാ അങ്ങോട്ട് വിടാം. വാ.
ഊച്ചി കളയലാണ്. പിന്നല്ല. എടാ ഒരു വെൽക്കം കൊടുത്തടാ എല്ലാരും ഒരു അല്ലല്ല ഞാനങ്ങ് പേടിച്ചു പോയെന്ന് ഒരു സെക്കൻഡ്. സോ ഇന്നത്തെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു റിക്രൂട്ട്മെന്റും സംതിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക്. സോ വി ആർ വെൽക്കമിംഗ് ബാക്ക് ഓക്സി ടു TVA as TVA ഓക്സി. വെൽക്കം ബാക്ക് ഓക്സി. വെൽക്കം ബാക്ക് കുട്ടിയെ, വെൽക്കം ബാക്ക്. താങ്ക് യു അണ്ണാ, താങ്ക് യു. ഓക്സി അണ്ണാ വെൽക്കം ബാക്കടാ. താങ്ക് യു അണ്ണാ. നീ തിരിച്ചു വരാൻ പറ്റിയ ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുക. എനിക്കറിയാം നീ കുറച്ച് പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആവുന്ന ആളാണെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു, സെറ്റായിട്ട് മുമ്പോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അണ്ണാ. പഴയതിനെക്കാട്ടും പവറായിട്ട് കാണുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. വാ നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് പോയി. ഇവനെ കൂടെ അകത്തോട്ട് വരും. വാ. സോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവിടെ അറിയാൻ വന്നവർക്കും വാ അകത്തോട്ട്. സൗണ്ട് മാറി ഓക്സിയുടെ, കൊറേ നാളായില്ലടാ. ഇതെന്താ ഗ്യാങ് ഹൗസ് പൂട്ടിയോ? ഹലോ. സൗണ്ട് ഒക്കെ മാറി, എക്സ്പെക്റ്റഡ്. നിങ്ങൾ ഇത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇവരെ നിങ്ങൾ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കിയുള്ളതിനും എല്ലാത്തിനും നിങ്ങൾ ഇവരെ കൂടെ കണ്ടതാ. നിങ്ങൾക്ക് ഇത് ഈസി പ്രഡിക്റ്റബിൾ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അത് വലുതായിട്ട് ഇതാക്കിയില്ല. എന്നാലും കണ്ണൊക്കെ അടിച്ച് കണ്ണവാണി ഓക്സിജൻ ഞാൻ കുറെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതോ പിണ്ടട്ട് വെച്ചിട്ടുണ്ട് അവിടെ. സ്റ്റിക്കിലൊന്നും തട്ടില്ലല്ലോ. ഇല്ലല്ല, സ്ട്രോങ് സ്റ്റിക്കാ. അതിപ്പോ നീക്കം പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് അതിലെ പണി അവന്റെ സ്റ്റിക്ക് പിടിയത്. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും ഒന്ന് ഇരിക്കുക. ഞാൻ എന്താ വരുന്നേ. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ടൈമിൽ ഇവിടുന്ന് പോയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അതാ വരുന്നേ, ഒറ്റ മിനിറ്റ്. ഒരു ടൈമിൽ ഇവിടുന്ന് പോയ പ്ലേയേഴ്സിൽ ഒരാളാണ് ഓക്സി, ഇറ്റാച്ചി, രായന്, ഇങ്ങനെ കുറെ പേരുണ്ട്. സോ ആ ഇറങ്ങിപ്പോയ ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പേരൊന്നും എടുത്ത് പറയാനുള്ള ഞാൻ പറയാം. ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഇറങ്ങി നിന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ കുറേ പ്ലേയേഴ്സായിട്ട് ഇഷ്യൂ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അതായത് അവർ തിരിച്ചു വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. എനിക്ക് ഇവരുമായിട്ട് സിങ്ക് ആവാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ഇടയ്ക്കോട്ട് കൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചേടാ ഇന്ന ആൾ ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കളിക്കുന്നതിൽ ഓക്കെ ആണോ. അതിൽ സ്റ്റീവ് പേഴ്സണലി അവന് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇറ്റാച്ചിക്ക് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് എനിക്കത് നമ്മളിപ്പം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയണത് പോലെ ഓക്കെ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ആൾക്കാർ വരാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എടാ അവന്മാർക്ക് TVA വേണ്ടി തരാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം തരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ കയറി വന്ന ആരെങ്കിലും ഒരാൾ ഇനാക്റ്റീവ് ആണോ? ആരെങ്കിലും ഒരാൾ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ? കേസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 48 പേരോ 50 പേരോ അടുപ്പിച്ചെന്തോ ആവാറായി. ഇതിൽ നിന്ന് വേണം എനിക്ക് 35 മെമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ. മനസ്സിലായ? അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം കേസ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ വന്ന് പറയണ സമയത്ത് എനിക്ക് വിഷമമുണ്ട്.
എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സ്ട്രെയിറ്റ് ഔട്ട് ഫേസ് നോ പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ടി വിയിലില്ല. അത് കാണുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കറണ്ട്ലി ഞാൻ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അവരുടെ കരിയർ ഇല്ലാതായി പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറച്ച് പേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായ? അതുകൂടെ ഈ 2 ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ റിക്രൂട്ട്മെന്റ്സ് കാര്യങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇനി ഞാനിത് ബിൽഡ് ചെയ്ത് എല്ലാവരെയും തിരിച്ചുകൂടെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്കതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആവും ഭയങ്കര ഫ്യൂച്ചറിൽ. അപ്പോൾ ലോക്കിയുടെ ഒക്കെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ മെമ്പേഴ്സ് കുറേ പേർക്ക് ഈ പറയണത് പോലെ പ്രശ്നങ്ങളുണ്ട്, ഈ പറയണത് പോലെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനം വെറുതെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഈഗോ ക്ലാഷ് ഉണ്ടാക്കി അവൻ്റെയും ഇവൻ്റെയും കരിയർ നശിപ്പിച്ച് ബാക്കിയുള്ള നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതാക്കിയത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ സരക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. അത് അങ്ങനെ ഒരു സംഭവം തിരിച്ചിനകത്തോട് ഉണ്ടാവില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താക്കാൻ വയ്യ. ഇതിന് മുമ്പത്തെ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടാൽ മതി. സോ അങ്ങനെ ഒരു കാര്യം എന്തായാലും തിരിച്ചിതിനകത്തോട്ട് ഉണ്ടാവില്ല. അതിൽ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് അവരോട് സംസാരിക്കാം. ഇതെന്താ ഇത് തുറക്കാത്ത ഇതൊന്നും? എടാ പ്രൊഫസർ, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ഞാൻ പറയണ കാര്യം അതാണെടാ. പ്രൊഫസറിന് ഓൾറെഡി 2 ചാൻസ് നമ്മൾ ടി വിയിൽ കൊടുത്തതാണ്. അല്ലെങ്കിൽ മനസ്സിലായോ? നമ്മൾ അങ്ങനെ 2 വട്ടം കളഞ്ഞിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ടി വിയിൽ. 2 വട്ടമൊക്കെ ഇതാക്കിയിട്ട് 2 വട്ടവും അവൻ ഇനാക്റ്റീവും അവന് കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അവനിപ്പം ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കുന്നത് പോലും ഇല്ല. അവനിപ്പോൾ ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവനെ ഒരു ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് സിറ്റി കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അവൻ കളി നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗെയിം പ്ലേ ആണ് നിങ്ങൾ കണ്ടത്. അവൻ ഇനി തിരിച്ചു വന്ന് ഈ ഗെയിമിനോട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ലാലല്ലേ ഹണീബില? 83. എടാ എല്ലാരും 83 മതിയോ? അതെന്താ? തനിക്കോണെന്നറിയും. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഒരാളും കൂടി നമ്മുടെ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവില്ല. അത് നമ്മൾ ചന്ദ്രനൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിക്കാം. നിഞ്ച വാ. നിഞ്ച, നിനക്ക് 2 വാക്ക് സംസാരിക്കാം. നിനക്ക് വന്ന ജേണി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളിവിടെ ഉണ്ടാവും. പറ. ഇങ്ങോട്ട് വേണം, അടുത്തോട്ടിരിക്കാം. ഞാൻ ഇവിടെ കേക്കാം. എനിക്ക് ആദ്യം വേറെ ടാങ്ക് ഓർത്ത് KVL എല്ലായിടത്താണ്. എത്ര ആള് 3 കൊല്ലം KVL ആയിരുന്നു ഫസ്റ്റ് ടാങ്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ TVയിൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സായാലും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. എല്ലാവരും നല്ല പ്രദേശത്തും ഇതൊക്കെ ആയിരുന്നു. എന്റെ ഇതിപ്പോ ഒരു പുതിയ ജേണിയാണ്. അപ്പൊ എന്നെ TVയിലേക്ക് ഫാമിലിക്ക് വിളിച്ച വാസണനും പിന്നെ ബാക്കി എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറ്റണല്ല ആയത് എനിക്ക് TVക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും എന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും. രണ്ട് ചോദ്യം ചോദിച്ചാ അവന്റെ സൗണ്ട് ഒക്കെ പതറിയട്ടോ അവന്റെ. കരഞ്ഞപ്പോ തനി സുരിമ പറയും. എടാ നീ കരയാറാ എന്തിന്? നിന്റെ സൗണ്ട് ഒക്കെ നമ്മളെ പോലെ ലോല ഹൃദയനായിരിക്കില്ലേ നിഞ്ച? ഇവിടെ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈ TVA? The only best, the only.
അണ്ണാന്റെ ഉള്ളി അത് ഗാങ്സ്റ്ററോട്ടിൽ കിട്ടാൻ വേണ്ടിട്ട് ഗാങ്സ്റ്ററോട്ടിൽ വരാനുള്ള അറ്റംപ്റ്റുകൾ അതൊക്കെ അതങ്ങനെ സത്യമല്ലെന്നാണോ വാസണം പറയുന്നത്? അത് സത്യമാണ്. നീ അങ്ങനെ പ്രത്യേകിച്ച് നീ അത് എടുത്ത് പറഞ്ഞോണ്ട് പറഞ്ഞതാണ് കേട്ടാ. അല്ല വാസോണ്ട എനിക്ക് അങ്ങനെ ഗ്യാങ്സ്റ്റർ ഞാൻ അത് അങ്ങനെ പറയലണ്ണ. വിഷമുള്ള നമ്മള് സ്ലോട്ടിന് വേണ്ടി അല്ലല്ലോണ്ണ. നിന്നെ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷമാണ് ഞാൻ, മനസ്സിലായ? സ്ലോട്ടിൽ കയറുമ്പോ വീഡിയോ കള്ള ചന്ദ്രന്റെ കൂടെ എല്ലാ ദിവസവും. അതെ ചന്ദ്രന്റെ കൂടെ. അതെ അതേപോലെ തന്നെ നമ്മുടെ എന്നത്തെയും പോലത്തെ പതിവ് രണ്ടാമത്തെ ചോദ്യം. ഈ ഗാംഗിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും. ഈ ഗാംഗിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേരാണ് രണ്ടുപേരും പറയാം കേട്ടോ. ഒരു പേരെ പറ്റത്തുള്ളേ. സെലക്ട് വൺ. ടഫാണ് പറഞ്ഞാളി, എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കേടാ. ഞാൻ പറയണ്ടാ, സമയം കൊടു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ആർപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ചന്ദ്രന്റെ. അല്ല അതല്ല ഞാൻ ഇങ്ങനെ പുറത്തു നോക്കുമ്പോ അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തിരിച്ചെടുക്കുക. സോനിവിനെ വേണ്ട. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? അല്ല ഞാൻ പറയാം, അരോചകം പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരാളെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തോന്നിയ ദേഷ്യം തോന്നിയ കോമൺ ആൻസർ ആണ്. കോമൺ ആൻസർ ആണ്. ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്. ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കൊള്ളാം നീ കൊള്ളാം. അതിന്റെ അർത്ഥം കണ്ടപ്പോന്റെ പണി ചെയ്യുന്നതാ വാസവന്. അതാ പറഞ്ഞേ. ആ റോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ല എന്നാലും ഫണ്ണാണ്, നല്ലൊരു ക്യാരക്ടറാണ്. ഇത്രയൊക്കെ അവരാതെ ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ട് ഫണ്ണാണ്. അത് കാലുകുത്തിയിട്ട് അത് തന്നെ അവരാതെ പറഞ്ഞിട്ട് ഫണ്ണാണത്. ഞാൻ പറഞ്ഞിട്ടേക്കട്ടെ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ അപ്പൊ വെൽക്കം ടു ടിവിയെ. ഓക്കെടാ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചടങ്ങുണ്ട് നിഞ്ച. എന്താ? ഇവിടുന്ന് മുട്ടയിലെഴയണം. ഗ്യാങ് ഹൗസിന് ചുറ്റും 3 ചില്ലറയല്ല അപ്പാപ്പാ. അപ്പാപ്പനൊക്കെ പണ്ടോട്ടുള്ള മുട്ട കഴിഞ്ഞാൽ തളിച്ചില്ലാത്ത എത്ര എഴഞ്ഞതാ? സത്യം. ചുമ്മാ പറയണ. അപ്പൊ അടുത്ത സോഫയ്ക്ക് ചുറ്റുമെങ്കിൽ എന്റെ ഒരു മനസ്സമാനം. പിന്നെ ആവട്ടെ, ഒറ്റയ്ക്ക് പിടിക്കാൻ. പിന്നെ ടിവിയുടെ വരുന്ന ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ സിങ്ക് ആവുന്നുണ്ടോ, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ടൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു 1 മാസമാണ്. ആ 1 മാസത്തിൽ അതിൽ ഫെയിൽ ആയാൽ ടിവിക്ക് പുറത്ത് കൊണ്ടുവരും നിഞ്ചെ. അതെ, ഓക്കെ. പെണ്ണുമില്ല കേട്ടോ 1 മാസത്തേക്ക്. 1 മാസത്തേക്ക് പെണ്ണുണ്ടാവാൻ പാടില്ല. നോ ഗേൾസ് ഫോർ 1 month. ഇനി അഥവാ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ 1 മാസത്തേക്ക്. ഇല്ല വാസവനെ, ഇവന് ആളുകളോടാ താല്പര്യം. കുറിപ്പ് കത്തിപ്പോയെ. എടാ ഇവൻ ആരുടെയൊക്കെയോ ടോണുണ്ട്. സൗണ്ട് തോമ, ഡെസ്ട്രോടെ മലയാളം.
ഇവര് കൊറേ ഇതുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് റൂൾസ് ഇവിടുത്തെ. അറിയാം. ഓക്കെ. ആ അപ്പൊ നീ പോയിരുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയണ്ടേ പറയാം. പക്ഷെ എനിക്കിപ്പൊ കൈയും കാലൊക്കെ ഉറക്കി സംസാരിക്കാൻ പറ്റില്ല. ബോബിനെടുത്തോണ്ടിരിക്കല്ലേ? ഇവ ഫുൾ ആക്റ്റീവ് ആണോ? ചന്ദ്രനെ നല്ല RP പ്ലെയർ ആണല്ലേ ഇവൻ. അത്യാവശ്യം സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കും. എടാ അതുപോലെ നിഞ്ച ഒരു കാര്യം നിന്റെ സൈഡിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ഈ RP ഒക്കെ അല്ലാതെ ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡൊക്കെ ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരെ നിനക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അതിന്റെയൊക്കെ തത്സമയമായിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നല്ല താല്പര്യമുണ്ട്. നമ്മളെല്ലാം എന്താ പരിപാടി നാട്ടുകാരെ അറിയല്ലോ. അല്ലല്ല അങ്ങനല്ല. ഇപ്പൊ ഷൗട്ടെക്സ് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ. ഇന്നതുപോലെ ഇന്നതാ ചെയ്തേ അതാണ് ചെയ്തേ. മീൻസ് ഹെലികോപ്റ്റർ മറ്റേ അനിമേഷൻ ഒക്കെ അതെല്ലാം നിഞ്ചേ ചെയ്തേ. ഈ നമ്മള് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത എല്ലാ പരിപാടിയും അവനാ ചെയ്തേക്കുന്നേ. ആ സാധനങ്ങളൊക്കെ ഇവന്റെ തലേന്ന് വന്ന സാധനങ്ങളാണ് അതൊക്കെ. എന്തായാലും ഇവിടെ ഓക്കെ ആയിരുന്നു. രായനുണ്ട്. പറ. അല്ല രായനുണ്ട്. ഓ അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനല്ല രായനും ഉണ്ടെന്നാണ് കേട്ടോ. ഞാൻ എന്തോ കേട്ടത് അറിയോ? ഞാൻ കേട്ടത് ഒരാഗ്രഹം ഉണ്ടെന്ന്. അയ്യോ അങ്ങനെ വെൽക്കം ടു TV. വിട്ടാ ഇവിടെ TV കയറിയതിനു ശേഷമുള്ള ഫീൽ എങ്ങനെയുണ്ട് സാലിന്? അത് പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. അതല്ലേ ടാസ്ക് എന്ന് പറയും. എന്തോന്ന് പറയുന്നു? പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓ അങ്ങനെ. അപ്പൊ സ്റ്റാലിനെ എത്ര കാലത്തെ ആഗ്രഹമാണ് ഇന്ന് നിനക്ക് ഇവിടെ സഫലമായത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങനെ എനിക്ക് അവരെയും ഇതാക്കിയിട്ടൊന്നും എനിക്ക് ഇവിടെയും വേണം അവരെയും വേണം എന്ന് പറയുമ്പോ എല്ലാരെയും ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ആ രീതിക്ക് എന്റെ ഒപ്പം കണ്ടിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെയും പ്രയോറിറ്റി ഉള്ള ഗ്യാങ് ആണ്. എന്ത് പറഞ്ഞാലും ഞാൻ കളിക്കാൻ വന്ന സമയത്ത് ഈ ഗ്യാങ് കണ്ടിട്ടാണ് കളിക്കാൻ കയറിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ആ ഒരു സ്റ്റെപ്പ് എനിക്ക് ഈ ഗ്യാങ്ങിനോടുണ്ട്. ഞാൻ എന്നിട്ട് അതിന്റെ അടുത്ത് ഒരാവശ്യം പോയി സംസാരിച്ചിരിക്കും. അന്നും പറഞ്ഞു ചോദിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വാസന്റെ അടുത്ത് സംസാരിക്കണം. ശരി എങ്കിൽ പിന്നെ സംസാരിക്കാൻ കിട്ടും. ഒരു മനുഷ്യനാണോ നിന്റെ മുന്നിൽ ഇരിക്കുന്നത്? കണ്ടല്ലേ തൊട്ട് നോക്കിയ വേണമെങ്കിൽ നിഞ്ചയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, അപ്പാർട്ട് ഫ്രം വെടിയൊക്കെ അല്ലാതെ സംസാരം അല്ലാതെ ഇവനും ഈ പറഞ്ഞ പോലെ കാറ് നമ്മുടെ വണ്ടി വെഹിക്കിൾസ് എല്ലാം പണിയാനും ഡെവലപ്മെന്റ് സ്കിൽസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള. അപ്പൊ സ്റ്റാലിനും അങ്ങനെ ഒരു ഇതുണ്ട്. സോ അതും അവൻ സ്ട്രീമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കൂലേ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ലൈവിട്ട് ഹൈഡ് റിവീൽ ചെയ്യരുത്. അപ്പം സ്റ്റാലിനെ നേരത്തെ എല്ലാവർക്കും വൈറ്റ് ടിവിന് വേണമെന്നില്ല, അവൻ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു തോന്നല്ലേ വാസുവിനെ? അതെ അതെ അതെ. എങ്കിൽ പിന്നെ സ്റ്റാലിനെ നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ നിനക്ക് അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും പറയുക. പേര് പറയണം. ഇഷ്ടമുള്ളത് RP അങ്ങനെയാണ്. നിനക്ക് വെളിയിൽ നിന്ന് ഗ്യാങ് കാണുമ്പോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആൾ ആരായിട്ടാ തോന്നിയത് എന്നുള്ള കാര്യം പറയാം. ഇഷ്ടമല്ലാത്ത ഒരാളെയും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് രായണ്ണൻ. പിന്നെ RP വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോബിന്റെ RP ആണ്. ഇത് പറഞ്ഞ് സെറ്റ് ചെയ്തല്ലേ നീ ഇത്? അല്ലല്ല ഇവനെ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നാ? ഇവന് പെട്ടെന്ന് സ്റ്റാലിനെ വിളിക്കണം കുറച്ചു നേരമായിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടാ.
ബോബിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം കോസ്പ്ലേ കോസ്പ്ലേ. ധോണി ഒരു ആട്ടം. 2022 ലാസ്റ്റ് ലൈവ് കാണുന്നേ. അല്ലല്ല രഹസ്യമാണ് ചെയ്തു വെച്ചേക്കണേ. നമ്മള് ഇനിയാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇഷ്ടമല്ലാത്ത. അയ്യോ അപ്പാപ്പനൊക്കെ പറയും ഇപ്പൊ. എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല മോനെ. ഇല്ല അൻപത് വരുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാടി അന്ന് മറ്റേ അന്നൊരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. ചെറുതായിട്ട് എന്താ മറ്റേ സെറ്റാണ് ശങ്കാണ്. അമ്പത്തിന് ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞേട്ടാ. എന്തൊരു ജന്മോടാ അമ്പത്തേന്. എന്തൊരു ജന്മോടാ. ഒമ്പളല്ല കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ അല്ലല്ല അത്ര ആലോചിച്ചാൽ മതി. കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ ഹേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രശ്നമാണത്. അത്ര അഴിക്കില്ല അമ്പത്തിന്. അതെ സത്യം, അഴുക്ക ചെറുക്കൻ. അപ്പൊ അതൊക്കെ ഫിക്സ് ആവും ആക്കണം കേട്ടോ സാലിനെ. റെഡിയായി അമ്പത്തൊരു ശങ്കാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതൊക്കെ ഇവരല്ലേ വാസവനെ ചങ്ക് ബഡീസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ സെറ്റടാ. ത്രൂ ഔട്ട് നമ്മളോട് ഉണ്ടാവണം എല്ലാത്തിനും. തീർച്ചയായും എല്ലാരും വിളിച്ചോണ്ട് വരും. നമ്മുടെ ഭയമല്ലേ ബ്രോ ബിൽഡിംഗ് ഗ്യാങ് ത്രൂ ഡിസ്ട്രോയിങ് അനദർ ഗ്യാങ്. വേറെ ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്ത ഞാൻ? അല്ല ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്യുന്നൊന്ന് പറ. അവന്റെ സ്വന്തം ഗ്യാങ് നിർത്തിയ ഒരു കളിയില്ലാതെ നിർത്തിപ്പോയ ആൾക്കാരാ. പിന്നെ ഞാൻ ഒരു കാര്യം 100% കോൺഫിഡൻസിൽ പറയാം. ഇവരെല്ലാവരും റിക്രൂട്ട്മെന്റ്സ് ടിവിയിൽ കളിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്നെ നേരിട്ട് വന്ന് കണ്ടവരാ. നിന്റെയൊക്കെ കരച്ചില് ഭയങ്കര വല്ലാത്ത കരച്ചില. ഇവരെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് ടി വിക്കകത്ത് കളിക്കണം. ഒരാളെ പോലും ഞാൻ വിളിച്ചിറക്കിയിട്ടില്ല ഒരിടത്തുനിന്നും. KVA-ക്കാര് നിഞ്ചയോട് പറഞ്ഞൊരു കാര്യമാണ്, എടാ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവൻ അവിടെ കളിക്കുന്ന പ്ലെയർ അല്ല. നിനക്കൊക്കെ എന്താ ബുദ്ധിയില്ലേ? KVA കളിച്ചുകൊണ്ടിരിക്കുന്ന ലൈനപ്പിലുള്ള പ്ലെയർ അല്ല. അപ്പൊ എടാ ഗ്യാങ് വണ്ടി അപ്ഡേറ്റ് എന്തെങ്കിലും, ഗ്യാങ് വണ്ടിയെ പറ്റി എന്തെങ്കിലും 2 വാക്ക് കൂടെ പറ. എല്ലാരും ചോദിക്കണം. ഹൈനയാണോ? ഹൈന എനിക്ക് കൊളീഷനും കാര്യങ്ങളും എല്ലാം തീർന്നെന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡിസൈൻ ഒരെണ്ണം ചെയ്തു ഇറക്കുമ്പോ എനിക്ക് പക്ക തൃപ്തിയായിട്ട് മാക്സിമം ഔട്ട് ഇട്ടിട്ട് ഇറക്കത്തുള്ളൂ. അതിന്റെ ഒരു ചെറിയ ഡിലേ മാത്രം. മതി. അതുവരെ നീ എന്തിട്ട് ഓടിക്കും? അങ്ങനെയല്ല നമ്മള് അത് ഇറങ്ങുമ്പോ അതൊരു ഐറ്റം ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ശരിടാ. അപ്പൊ പോയിരുന്നു ഓക്സി ഇങ്ങോട്ട് നിന്നോട് വേറെ ചോദ്യം YTV ഒന്നും ചോദിക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയാം. ഇവിടെ എല്ലാവരും സൈലന്റ് അവിടെ. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടുന്ന് മാറിക്കേണ്ടി വന്നു. ഇപ്പൊ തിരിച്ചു വരാൻ പറ്റിയില് ഹാപ്പിയാണ്. വാസുണ്ണനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തതിന് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനില്ല. നിനക്ക് വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു. വാസവ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം ആദ്യമായിട്ടാ ഒരാള് പറഞ്ഞു. തന്നെയാണോ? എടാ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പരിചയമുണ്ടോ മുന്നേ? പിന്നെ എന്താ കൂടെ പഠിച്ചാ? എടാ അപ്പൊ നന്നായിട്ട് ഒരു വെൽക്കം കൊടുക്കട്ടെ അവന്. അപ്പൊ വെൽക്കം. നന്നായിട്ട് പോട്ടെ. കഴിഞ്ഞോട്ടത്തെ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട. അതൊക്കെ മറന്നേര്. പാസ്റ്റ് ഈസ് പാസ്റ്റ്.
അപ്പൊ എല്ലാം വാസവ താക്കീല് വീട് കേട്ടോ, താക്കീല് വീട്. അതെ 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 കൂടെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് സെനറിയോ ആയിട്ട് നമ്മൾ ആ യൂണിവേഴ്സിൽ മാച്ച് എന്താ പാപ്പ? ഫേവറിറ്റിസം പാടില്ലേ? അതല്ല ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതല്ല 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 ആ അപ്പം ചോദിച്ചു Okay. ഓ പറപ്പാ How do you feel? വെരി വെരി അതായത് Happy, ജീവിയെ happy. കേറിയ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ട്? നിനക്ക് ഓൾറെഡി അറിയാലോ എനിക്ക് ഓൾറെഡി അറിയാം. രണ്ടാമത്തെ കൊള്ളാം, പണ്ടത്തിനെക്കാട്ടും കൊള്ളാം. നിന്റെ സൗണ്ട് മാറിയതാണ് എല്ലാരും പറയണേ ഇവിടെ അല്ല, എല്ലാരും. അതെന്റെ തൊണ്ടക്ക് ചെറിയ വ്യത്യാസമുണ്ട്, വേറെ തൊണ്ടയെന്ന്. അല്ലടാ നിന്റെ ശബ്ദം മാറിയത്. നിന്നെ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ശബ്ദം ഭയങ്കരമായിട്ട് മാറി നിന്റെ. കൊച്ചു പയ്യൻ നല്ല 1.5 വർഷം വേറെ എടാ, 1.5 വർഷമായോ? 1 വർഷം ജയിലിലായിരുന്നു. 1.5 വർഷമൊന്നുമില്ല. 1.5 വർഷമൊന്നുമില്ല. 1.5 വർഷമൊന്നും ആയില്ല. 1 വർഷം 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം ഒന്നും ആയിട്ടുള്ളൂ, 1.5 ഒന്നും ആയില്ല. കറക്റ്റ് കണക്കറിയാം. പിന്നെ നമ്മളെല്ലാം എണ്ണി ഇരിക്കല്ലേ. വാസവൻ അവൈലബിൾ അല്ലായിരുന്നു. എണ്ണി വേണ്ട. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം ആനിവേഴ്സറി ഓക്സി, അപ്പൊ എല്ലാവരോടും ചോദിച്ചതുപോലെ നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും. എല്ലാരും ചൂടിയാ മൊത്തത്തിൽ. പിന്നെ ഇഷ്ടമല്ലാത്ത ആള് കൊണ്ടുവന്നപ്പോഴേ സെറ്റ് ചെയ്തേണ്. ഇറ്റാച്ചിയുടെ തരിപ്പത്ര എനിക്ക് ഇഷ്ടപ്പെടണില്ല. എന്തൊക്കെ ഗ്യാങ്ങുകളല്ല, തൈപ്പൻസ്, പിടിയൻസ്. അപ്പൊ അത്ര ഓക്സി, വെൽക്കം. ബാക്കി നമുക്ക് മറ്റേ സിറ്റിയിൽ കസറ. 3 റിക്രൂട്ട്മെന്റ് ഒരുമിച്ചെടുത്തതല്ലേ, എങ്കിൽ പിന്നെ 3 പേരെയും കൊണ്ട് നമുക്ക് ഒരു ഗാനമായാലും. അത്യാവശ്യമുണ്ട്, ഭയങ്കര അത്യാവശ്യമാണ്. ഇറങ്ങാൻ നിക്കരുത്, രണ്ടുപേരും പാടിട്ട് നോക്കും. അടിച്ചു വെച്ചേക്കുന്നു. തിരിച്ചടിച്ചാ മതി. ഇന്ന് ജോലിക്ക് പോയതിനെ പിടിച്ചു നിർത്തി കൊണ്ടുവന്നതാണ് ഇന്ന് സ്റ്റാലിനെ. ലീവ് എടുപ്പിച്ച് കൊണ്ടുവന്ന സ്റ്റാലിനെ. ഇന്ന് അവന് നൈറ്റ് പടിയായിരുന്നത്. നൈറ്റ് ഡ്യൂട്ടി അവന്, നൈറ്റ് ഡ്യൂട്ടി. ശമ്പളം ഞാൻ തരാം. പോയോ അവരോടിയോ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലാതെ റാഗിയാ പതിന്ന് വിട്ടേരെ പയ്യന്മാര്. അവന്മാർ ഇന്ന് തിരക്ക് എന്നേ ഓൾറെഡി ഇന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞേ എല്ലാരും വിളിച്ചു കയറ്റിയതാ. ആണല്ലേ? അതെ അതെ. ജയിച്ചേട്ടോ. രാജനെന്തെങ്കിലും പറയണ്ട. അല്ല, എനിക്ക് പറയാനുള്ളത് റെഡി പറഞ്ഞു. ഞാൻ വരുന്നുണ്ട്. അപ്പം സ്റ്റാലിൻ, ഓക്സി, പിന്നെ നിഞ്ച, വെൽക്കം. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് അവർക്ക് ഇവിടെ കുറെ പേരുണ്ട്, പഴയവരുണ്ട്. എല്ലാവരുമായിട്ട് സിങ്ക് ആവാ, അതാണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങൾ ടൈം എടുത്ത് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു കമ്പനിയൊക്കെ ആയിട്ട് നിൽക്കുക. ആരും മാറിയൊന്നും പോയി നിൽക്കരുത്, മനസ്സിലായി? എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നടക്കണം. പിന്നെ നിഞ്ച എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത്. നമ്മൾ ഇനി തൊട്ട് ഓരോ വീക്കില് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും. എല്ലാരും ഞാൻ കണ്ടിട്ട് TV എല്ലാരും സ്പ്ലിറ്റ് ആയിക്കണം. പക്ഷെ ഇന്ന് മുതൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാരും മനസ്സിലാ, അങ്ങനെ കുറച്ചും കൂടി സിങ്ക് നമ്മളെ ഇടയില് വരും. നിങ്ങൾ PVPക്ക് 6 ദിവസം സ്പെൻഡ് ചെയ്തോ, ആഴ്ചയിൽ 1 ദിവസം ഞങ്ങൾക്ക് തരണം ഇനി തൊട്ട്. ഇനി എല്ലാ വീക്കിലും ഇനി ഒരു ഗ്യാങ് RP ഉണ്ടാവും. ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിഞ്ച നമ്മളിവിടെ കൊണ്ടുവന്നത് പോലും, മനസ്സിലായ? നിങ്ങൾ 6 ദിവസവും നിങ്ങൾ എടുത്തോ, 1 ദിവസം നമുക്ക് വേണം. ആ 1 ദിവസം ഇൻ കേസ് സിറ്റി അന്ന് ഇല്ല, സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഒരുമിച്ച് ഒരു പരിപാടി വീക്ക്ലി വൺസ്. ഇനി തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ വീക്കിലും ഉണ്ടാവും. എല്ലാ വീക്കിലും അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. എല്ലാ വീക്കിലും ഗൈസ്, അത് ഞാൻ നിങ്ങളോടും പറയുന്ന ഒരു വാക്കാണ്. എല്ലാ ആഴ്ചയിലും എന്റെ ലൈവില് TV ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി എല്ലാ വീക്കിലും ഉണ്ടാവും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടെങ്കിലും
അണ്ണന്റെ അടുത്ത് പറയാം, പുതിയതായിട്ട് വന്നെടുത്ത് എന്തുണ്ടെങ്കിലും അണ്ണന്റെ അടുത്ത് കാര്യം പറയാം. കാരണം ആള് കൂടിയത് കൊണ്ട് ഈ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എനിക്ക്. ബാലം വിളിച്ചായിരുന്നു. പോട്ടെ ഒരു മിനിറ്റ് ഉമ്മ എന്ത് പറ്റി ഉമ്മ? ഉമ്മാന്റെ അടുക്ക് പോയാണ്ട് എനിക്ക് ഇപ്പൊ തീരടോ, 2 മിനിറ്റ്. ജോക്കിക്ക് എന്തെങ്കിലും പറയണ്ടോ? എടാ അതെ, നിങ്ങള് ഈ RP ഫോക്കസ് ചെയ്യണേ ദൈവത്തെ ഓർത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ അല്ല സിറ്റിക്കകത്ത് അല്ല, മനസ്സിലായി. ആഴ്ച ഇപ്പൊ 3 സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ ആഴ്ച 3 എടുക്കാൻ പറ്റി, 3 എടുത്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച ഈ PvP സിറ്റുവേഷൻസ് വേണം, അറിയാം. പക്ഷെ ഈ PvP കളിക്കുന്നവർക്ക് തന്നെ ആഴ്ച ടർഫ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഗ്യാങ് സിറ്റുവേഷൻസ് എടുക്കുന്നത് പ്രോപ്പർ റീസൺ അല്ലാത്ത പക്ഷം എടുക്കുന്നത് കുറയ്ക്കുക. ആൻഡ് മോർ ഓവർ RPയിൽ ഫോക്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ RP ഫോക്കസ് ചെയ്യുക, ഗ്യാങ്ങിന്റെ ആ ഒരു എന്തുവാന് പറയുന്നത് ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ദൈവത്തെ ഓർത്ത് വള്ളി എന്ന് പറയുന്ന ഒറ്റ മൈൻഡ് സെറ്റി നടക്കരുത്. എല്ലായിടത്തും കൂടെ പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെടിവെക്കാൻ അറിയുന്ന 35 അവന്മാരുണ്ടെങ്കിൽ അവിടെ 35 അവന്മാർക്ക് RP കളിക്കാനും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൂടെ കഴിഞ്ഞ കുറെ ദിവസം ഞാൻ എല്ലാവരുടെയും കൂടെ നടന്നതിന്റെ ബേസിസിൽ പറയുക. ഇവിടെ ഉള്ള എല്ലാവന്മാർക്കും RP കളിക്കാനും അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. കപ്പിൾ RP ചെയ്യുന്ന സാധനം അത് നിങ്ങൾ ചെയ്തോ, അത് രാത്രി എപ്പോഴാന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമ്മളൊരു പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 7 to ഒരു 11-12 ഉണ്ടല്ലോ, ആ ഒരു ടൈമില് മാക്സിമം ഗ്യാങ് RPയും കൂട്ടത്തോടുള്ള RPയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്തൊരു പറയുന്നത് മറ്റേ PvP സ്ഥാനത്തിലോട്ട് ചെയ്യാതെ നിങ്ങൾ ടർഫ് ആഴ്ച അടിക്കാനുണ്ട്. അതുപോലെ തന്നെ വാറ് പ്രോപ്പർ റീസൺസ് അല്ലാത്ത ഒരു വാറും നോ പറഞ്ഞാൽ അത് നോ ആയിരിക്കും. ദൈവത്തെ ഓർത്തിട്ട് വെളിയിൽ പോയി അത് ചോദിക്കാം, അത് ഇതാക്കാം, നാളെ സംസാരിക്കാം, പിന്നെ നാളെ അടിക്കാം എന്ന് പറയുമ്പം അത് നാളെ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മുട്ടിക്കൊണ്ടിരിക്കരുത്. അതായത് ചൂട് ഇപ്പൊ ചൂട് പോവണ്ണ, ചൂട് പോത്തില്ലെണ്ണ, നാളെ ചൂട് കാണത്തില്ലെണ്ണ, അത് നാളെ ചൂട് കാണത്തില്ല. നിനക്കൊന്നും ദൈവത്തെ ഓർത്ത് നാളത്തേക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കാണത്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വിടുക. ആൻഡ് മോർ ഓവർ ഈ RP കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അത് സൈഡ് ലൈൻ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ദൈവത്തെ ഓർത്ത് എല്ലാവന്മാരും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവന്മാർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഈ വെടിവൊക്കെ എടുത്തവന്മാർ പോലും ഇപ്പൊ വെടിവെക്കുന്നതിനേക്കാളിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇറ്റാച്ചി ആയിക്കോട്ടെ, ജുഗ്രു ആയിക്കോട്ടെ, ജൂഡായിക്കോട്ടെ, ഏവൽ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. സോ കംപ്ലീറ്റ്ലി RP ബോബെ നീ അപ്പം RP കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു സാധനമാണ് നമുക്ക് മിസ് ആയിക്കൊണ്ടിരിക്കുന്നത്. PvP നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി PvP പ്രൂവ് ചെയ്യാനൊന്നുമില്ല. PvP പ്രൂവ് ചെയ്യാനല്ല. കാരണം ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനത്ത് ഇനി ആരെങ്കിലും വന്ന് അടിക്കണം. ആരെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നെയും തിരിച്ചു കയറി വരാം. പക്ഷെ അതിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അലക്ഷന്റെ പാട്ട് കേൾക്കണോ? പാടിക്കാം. RP ഫോക്കസ് ചെയ്യുക. റിക്വസ്റ്റ് ആണ്. കഴിവുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ആൾക്കാർക്കും അത് കാണാൻ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരുണ്ട്, PvP ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതാക്കുക.